രാഹുൽ മാങ്കൂട്ടം ബലാത്സംഗ കേസിൽ പെട്ടതോടുകൂടി മുകേഷും കടകംപള്ളി സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള CPM നേതാക്കളും ഇടതുപക്ഷ അനുഭാവികളായ സിനിമാ നടന്മാരും പ്രതികളായ സ്ത്രീ പീഡന കേസുകൾ വീണ്ടും ചർച്ചയാകുന്നു. രാഹുലിനെ കുഴപ്പത്തിലാക്കുന്ന CPM ക്യാമ്പിനെ തകർക്കാൻ രാഹുൽ ക്യാമ്പും ഒരുങ്ങുകയാണ്. അതായത് രാഹുലിനെ അകത്താക്ക വഴിയെ തന്നെ മുകേഷിനെ അകത്താക്കാനാണ് രാഹുൽ ക്യാമ്പിന്റെ ശ്രമം. ഒളിവിലാണെങ്കിലും തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് രാഹുൽ. നടനും MLAയുമായ മുകേഷ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നിയമസഭാ അംഗം രാജിവെക്കണമെന്നാണ് അന്ന് പറഞ്ഞു കേട്ടത്. മുകേഷിനോട് മറ്റു മാർഗങ്ങളില്ലെന്നും രാജിക്ക് തയ്യാറാകണമെന്നും CPMഉം പറഞ്ഞിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശം നൽകിയതായി പ്രചാരണമുണ്ടായി. എന്നാൽ താൻ രാജിവെക്കില്ലെന്ന് പറഞ്ഞ മുകേഷ് പാർട്ടിയെ വെല്ലുവിളിച്ചെന്നും കേട്ടു. പക്ഷെ എന്താണ് സംഭവിച്ചത്? രാഹുൽ മാങ്കൂട്ടത്തിനെ അകത്താക്കാൻ അരക്കെട്ട് മുറുക്കി രംഗത്തെത്തിയ CPMന്റെ കിടിലങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? പ്രമുഖ നടന്മാർക്കെതിരെ ആരോപണവുമായി നടി രംഗത്തെത്തിയതാണ് മുകേഷിന് വെല്ലുവിളിയായത്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് അവർ ആരോപണം ഉന്നയിച്ചത്. ശാരീരികമായി മാനസികമായി ഉപദ്രവിച്ചു എന്ന് പറയുന്നു. ജയസൂര്യ, മുകേഷ്, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൻ ബിജു എന്നിവർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത്. മുകേഷിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഈ സംഭവങ്ങൾ ശാരീരികമായും മാനസികമായും ഏറെ വേദനിപ്പിച്ചു എന്നും നടി പറയുന്നു. 2008 കാലഘട്ടത്തിലാണ് അവർ ആദ്യമായി സിനിമയിൽ അഭിനയിക്കാനായി വരുന്നത്. ബാലചന്ദ്ര മേനോന്റെ ദേ ഇങ്ങോട്ട് നോക്കി എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത്. ചീഫ് സെക്രട്ടറിയുടെ റോളായിരുന്നു ചെയ്തത്. സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു ഷൂട്ടിംഗ്. അവിടെ ബാത്റൂമിൽ പോയി പുറത്തിറങ്ങുമ്പോൾ നടൻ ജയസൂര്യ പിന്നിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്തു എന്നായിരുന്നു പരാതി. കുതറിയോടിയ എന്റെ പിന്നാലെ വന്ന് സഹകരിച്ചാൽ ഗുണമുണ്ടാകുമെന്ന് ജയസൂര്യ പറഞ്ഞു. തിരുവനന്തപുരത്തെ ഫ്ളാറ്റ് ഉണ്ട്, താല്പര്യമുണ്ടെങ്കിൽ പറയണമെന്നും ജയസൂര്യ പറഞ്ഞു. പറ്റില്ലെന്ന് പറഞ്ഞ ശേഷം പിന്നീട് മറ്റൊന്നും ഉണ്ടായില്ല. പക്ഷേ പിന്നീട് എനിക്ക് വന്ന അവസരങ്ങൾ നിഷേധിക്കുകയായിരുന്നു. കലണ്ടർ എന്ന സിനിമയിലാണ് മുകേഷിനെ പരിചയപ്പെടുന്നത്. അന്ന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഞാൻ കാര്യമായി എടുത്തില്ല. പിന്നീട് എന്നെ നിരന്തരമായി വിളിക്കുമായിരുന്നു. നാടകമേ ഉലകം എന്ന വിജയ് തമ്പിയുടെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എന്റെ അടുത്ത മുറിയിലായിരുന്നു മുകേഷ് താമസിച്ചിരുന്നത്. മുറിയിൽ വന്ന വാതിൽ മുട്ടി, പിന്നീട് അകത്ത് കയറി ഉപദ്രവിക്കുകയും ചെയ്യുകയുണ്ടായി. പിന്നീട് അമ്മയുടെ അംഗത്വത്തിന് ശ്രമിച്ചപ്പോൾ മുകേഷ് വിളിക്കുകയും അശ്ലീല ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. അന്ന് മുകേഷ് പറഞ്ഞത് കേട്ടാൽ ഞാൻ ആകെ തരിച്ചിരുന്നു. പിന്നീട് അമ്മയിലെ അംഗത്വം എനിക്ക് നിഷേധിക്കുകയായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ ഇവിടെയുള്ള കമ്മിറ്റി മെമ്പേഴ്സിനെ ഒന്നും തന്നെ അറിയില്ല എന്നാണ് പറഞ്ഞത്. ആരൊക്കെയാണ് കമ്മിറ്റി അംഗങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ ജയസൂര്യയും ഇടവേള ബാബു, മണിയമ്പിള്ള രാജുവും ഒക്കെയാണ്. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. അമ്മയിൽ അംഗത്വം ലഭിക്കുന്നതിനായി അപേക്ഷ നൽകാൻ ഇടവേള ബാബുവും കലൂരിലെ ഫ്ളാറ്റിലേക്ക് വിളിപ്പിച്ചു. തുടർന്ന് കെട്ടിപ്പിടിക്കുകയായിരുന്നു. പിന്നീട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു ചെയ്തത്. പിന്നീട് വന്ന പല സിനിമകളിലും റോളുകൾ കിട്ടാതെ മാറിപ്പോയപ്പോഴാണ് പിന്നിലെ കാരണം മനസ്സിലായത്. കലയോടുള്ള സ്നേഹം കൊണ്ടാണ് സിനിമയിൽ വന്ന് പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും അറിയാവുന്ന എനിക്ക് നല്ല വേഷങ്ങൾ കിട്ടുമെന്ന് കരുതി. പക്ഷേ ഇവരുടെ എല്ലാം ഇത്തരം പ്രവർത്തനങ്ങൾ കാരണം ഞാൻ മലയാള സിനിമ ഉപേക്ഷിച്ച് ചെന്നൈയിലേക്ക് പോയി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇരകളാക്കപ്പെട്ട പെൺകുട്ടികളെല്ലാം പുറത്തു വന്ന് തങ്ങൾ നേരിട്ട ക്രൂരതകളെപ്പറ്റി പറയുന്നത് കണ്ടു. ഇരകളാക്കപ്പെട്ട സ്ത്രീകൾക്ക് സർക്കാർ എല്ലാ സംരക്ഷണവും ഒരുക്കുമെന്നും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു. അതൊക്കെ കണ്ടപ്പോഴാണ് തുറന്നു പറച്ചിലിന് പ്രാപ്തയാക്കിയത്. കഴിഞ്ഞ ദിവസം മുകേഷിനെതിരെ ഒരു പെൺകുട്ടി ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ അത് എതിർക്കാൻ പാർട്ടിക്കാർ കരിവാരി തേക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചതാണെന്നാണ് മുകേഷ് പറഞ്ഞത്. ശരിക്കുമുള്ള സത്യം ജനങ്ങൾ അറിയണമെന്ന് കരുതിയാണ് ഞാനിപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായത്. അത്രയ്ക്ക് നല്ല വ്യക്തിയല്ല മുകേഷ്. അത് ജനങ്ങൾക്ക് നേരിട്ടറിയാമെന്ന് തോന്നി. ഞാൻ പണത്തിന് വേണ്ടിയാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് മണിയൻപിള്ള രാജു പറഞ്ഞു. പക്ഷേ എനിക്ക് പണം വേണ്ട. പണത്തിനാണെങ്കിൽ വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്. ഞാൻ വെൽ സെറ്റിൽഡ് ആണ്. അതുകൊണ്ട് പണവും ആവശ്യമില്ല. മണിയൻപിള്ള രാജു വെർബലിയാണ് അബ്യൂസ് ചെയ്തത്. അദ്ദേഹത്തോടൊപ്പം ചെല്ലണമെന്ന് വളരെ നിർബന്ധിച്ച് പറയുകയായിരുന്നു. നോ പറഞ്ഞിട്ട് വിടാതെ പിന്തുടർന്നു, ആവശ്യപ്പെടുകയായിരുന്നു. ഞങ്ങൾ മനസ്സിൽ മാസങ്ങളായി ഷൂട്ടിംഗ് ആവശ്യമായി പുറത്തായിരുന്നു എന്നും അതിനാൽ കൂടെ വരണമെന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത് സിനിമയാണെന്നും ഇവിടെ ഇങ്ങനെയൊക്കെയാണെന്നും മണിയമ്പിള്ള രാജു പറഞ്ഞു. അതിനാൽ ഞങ്ങൾ കൂടെ പോകണമെന്നാണോ? അങ്ങനെയെങ്കിൽ ഭാര്യമാരെ കൂടി സെറ്റിൽ കൊണ്ടുപോയി കൂടെ എന്നാണ് ചോദ്യം. ഞാൻ ഒരു ചിത്രത്തിന്റെ പ്രൊഡ്യൂസറായിരുന്നു. ചിത്രത്തിൽ മറ്റൊരു പ്രൊഡ്യൂസറായ അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ കാണാൻ വന്നിട്ടുണ്ടെന്നും പരിചയപ്പെടുത്തി തരാമെന്നും പറഞ്ഞു കൊണ്ടുപോയി. അദ്ദേഹവുമായി സംസാരിച്ചിരിക്കെ അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ പുറത്തേക്ക് പോവുകയും പിന്നാലെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് തിരികെ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾ കടന്നു പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. നിങ്ങൾ എന്താണ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് എന്നെ ട്രാപ്പ് ചെയ്തതാണെന്ന് മനസ്സിലായത്. പിന്നീട് അദ്ദേഹം എന്നോട് ക്ഷമ ചോദിക്കുകയായിരുന്നു. എന്നെ കൂട്ടിക്കൊടുക്കാനാണ് അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ ശ്രമിച്ചത്. വൺ വേ ടിക്കറ്റ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് എന്റെ അടുത്ത മുറിയിൽ കോഴിക്കോട് ഭാഗത്തുനിന്ന് വന്ന അമ്മയും മകളെയും പൂട്ടിയിട്ട് അബ്യൂസ് ചെയ്യുകയായിരുന്നു. അന്ന് മകൾക്ക് സിനിമയിൽ വേഷം വാഗ്ദാനം ചെയ്താണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോൾ വരെ മുറിയിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ചത്. അവർ എന്നോട് സഹായം ചോദിച്ചപ്പോഴാണ് ഞാൻ സംഭവം പറഞ്ഞത്.
ചിത്രത്തിലെ നായകനോ സംവിധായകനോ കണ്ടിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ആരെയും കണ്ടില്ലെന്നും 2 ആഴ്ചയെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നുമാണ് പറയുന്നത്. രക്ഷപ്പെട്ട വയ്ക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പണം കൊടുക്കുകയും അവർ രക്ഷപ്പെടുകയും ചെയ്തു. ഒരുപക്ഷെ ചിത്രത്തിന്റെ സംവിധായകനോ പ്രൊഡ്യൂസറോ ഒന്നും ഇത് അറിഞ്ഞിരിക്കണമെന്ന് പോലുമില്ല. സർക്കാർ രൂപീകരിച്ചിട്ടുള്ള അന്വേഷണ സംഘത്തിന് മുൻപാകെ പരാതി കൊടുക്കാനാണ് എത്തിയത്. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്നുള്ളതാണ് മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും പറയാൻ തന്നെ പ്രേരിപ്പിച്ചത്. തനിക്ക് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ആത്മവിശ്വാസം തരുന്നു. മുകേഷിനെ ഇനിയും ചുമക്കരുത് എന്ന ബിനോയ് വിശ്വം നിലപാട് സ്വീകരിച്ചിരുന്നു. പാർട്ടിയും സർക്കാരിനും പ്രതിസന്ധിയിലേക്ക് ആക്കും ഇത്തരം വിഴുപ്പുകളെ ഒഴിവാക്കണമെന്ന് CPI ഒന്നടങ്കം വാദിച്ചു. എന്നാൽ CPMന് മുകേഷിനെ പുറത്താക്കാൻ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ CPM ജയിക്കില്ലെന്ന ഉറപ്പ് പാർട്ടിക്കുണ്ട്. മുകേഷിനോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ പാർട്ടിയുടെ നിലപാടിനെയാണ് ഇത്തരം ആരോപണങ്ങൾ ബാധിച്ചിരിക്കുന്നത്. ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ രഞ്ജിത്തിന്റെ രാജിയോട് കൂടി പ്രതിസന്ധി ഒഴിയുമെന്ന് തന്നെയായിരുന്നു പലരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അതോടുകൂടി പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയാണ് ചെയ്തത്. 19 വർഷം മുമ്പ് ചാനൽ പരിപാടി സ്ഥിരീകരണത്തിന് ചെന്നൈയിലെ ഹോട്ടലിൽ താമസിക്കുമ്പോൾ അവതാരകനായ മുകേഷ് രാത്രി നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തിയെന്നും തന്റെ മുറി സ്വന്തം മുറിയുടെ തൊട്ടടുത്താക്കാൻ ശ്രമിച്ചതായിരുന്നു സിനിമാ സാങ്കേതിക പ്രവർത്തകയുടെ അന്നത്തെ വെളിപ്പെടുത്തൽ. തന്റെ മേധാവിയായിരുന്ന ഡാർക്ക് ഓബ്രിയോട് പറഞ്ഞപ്പോൾ ആ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കി തന്നു എന്നും അവർ പറഞ്ഞു. എന്നാൽ ആരോപണം മുകേഷ് MLA തള്ളിയിരുന്നു. അങ്ങനെ ഒരു സംഭവം ഓർമ്മയിലില്ല, തെറ്റിദ്ധരിച്ചതാകാനാണ് സാധ്യത. ഫോണിൽ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തിയെന്നാണ് ആരോപണം. താൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ് മുകേഷ് പറഞ്ഞത്. പലവട്ടം വിളിച്ചു കാണാൻ മറ്റാരെങ്കിലും വിളിച്ചിട്ടുണ്ടാകാം, അവരെ കണ്ടതായി ഓർക്കുന്നു പോലുമില്ല എന്നാണ് മുകേഷ് പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് അടുത്തയാളുടെ വരവ്. മുകേഷിന് രാഷ്ട്രീയ പ്രവർത്തനത്തെക്കാൾ താല്പര്യം സിനിമയിലും TV-യിലും അഭിനയിക്കുക എന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പിണറായി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അത് നിരാകരിക്കേണ്ടതായിരുന്നു. എന്നാൽ അതീവ താല്പര്യത്തോടുകൂടിയാണ് പാർലമെന്റിൽ മത്സരിച്ചത്. കൊല്ലം സീറ്റിൽ മുകേഷിനെ തിരഞ്ഞെടുത്തത് പിണറായി നേരിട്ടാണ്. പിണറായിക്ക് ഉറപ്പുണ്ടായിരുന്നു മുകേഷ് ജയിക്കുമെന്ന്. എന്നിട്ട് മുകേഷിനെ അവിടെ നിർത്തി ജയിപ്പിച്ചെടുക്കുകയും ചെയ്തു. CPMൽ ഇത്തരം പുഴുക്കുത്തുകൾ നിരവധിയാണ്. ഇത് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുകയല്ല. രാഹുൽ മാങ്കൂട്ടം ചെയ്തത് തെറ്റ് തന്നെയാണ്. ആ തെറ്റിനെ ഒരിക്കലും നമുക്ക് മാറ്റി പറയാനും കഴിയില്ല. അല്ലെങ്കിൽ മാറ്റി പറയുക എന്നുള്ളതല്ല, ആ തെറ്റിനെ ന്യായീകരിക്കാൻ കഴിയില്ല. ആ തെറ്റ് തന്നെയാണ്. 23 വയസ്സായ ഒരു പെൺകുട്ടി അനുഭവിച്ച ക്രൂരമായ വേദന അത് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വാളുയർത്താൻ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വാക്കുകൾ കൊണ്ട് അടിച്ചമർത്താൻ CPMന് സാധിക്കുമോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ചിന്തിക്കണം. രാഹുലിനെ അവർ പാർട്ടിയിൽ നിന്ന് വരെ പുറത്താക്കി. കോൺഗ്രസ് അവരുടെ ഭാഗം ക്ലിയർ ആക്കിയിരിക്കുന്നു. ഇനി രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനൊന്നും കോൺഗ്രസിന് ഉത്തരം നൽകേണ്ട ബാധ്യതയില്ല. പക്ഷെ നിങ്ങൾക്കോ മുകേഷ് MLA രാജിവെച്ചോ? ഇല്ല. മുകേഷ് MLA രാജിവെക്കുന്നത് വരെ ഈ ചോദ്യം നിങ്ങളോട് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇത് നിർത്താൻ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പാർട്ടി എന്ത് തീരുമാനം, മുകേഷ് MLA ഗോവിന്ദൻ മാഷ് പറഞ്ഞതുപോലെ കുറ്റാരോപിതൻ മാത്രമാണ്. കോടതി ശിക്ഷിച്ചാൽ മാത്രമേ ഒരാൾ കുറ്റക്കാരനാകൂ എന്നുള്ളത്. അത് രാഹുൽ മാങ്കൂട്ടത്തിന് ബാധകമല്ലേ ഗോവിന്ദൻ മാഷേ?